ഇന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. യാത്ര തന്നെയാണ്. രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഉമ്മായും വാപ്പായും മോനും ഞങ്ങൾ 4 പേരായിട്ട് പോകാമെന്നാണ് കരുതിയത്. ഞങ്ങൾ 4 പേരും രാവിലെ ഒരു 6:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കാറിലാണ്. കുറച്ച് പള്ളികളിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരെ പോയത് ഭീമാപ്പള്ളിയിലാണ്. ഒരു ടൈം 6:45 ആയിരുന്നു. അപ്പോൾ അവിടെ എത്തി യാസീനെല്ലാം ഓതി കാണിക്കയെല്ലാം ഇട്ടു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. കാരണം അധികം ആളുകളോ ഒന്നുമില്ല. അവർ രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ആരുമില്ല. ആ രീതിക്ക് നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭീമാപള്ളിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ അടുത്ത വിഴിഞ്ഞം പള്ളിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഭീമാപ്പള്ളിയിൽ നിന്ന് നേരെ വിഴിഞ്ഞം പള്ളിയിലേക്ക് വന്നു. ഒരിടത്തും ഇറങ്ങിയൊന്നുമില്ല, നേരെ സ്ട്രെയിറ്റ് വിഴിഞ്ഞം പള്ളി തന്നെയാണ് വന്നത്. ഇവിടെയും വന്ന് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിന്നതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറി യാസീനോദി അതുപോലെ തന്നെ കാണിക്കയെല്ലാം ഇട്ടിട്ട് അവിടെ നിന്നും ഇറങ്ങി. ഇവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഇനി തക്കലയാണ്. തക്കല പോകുന്നതിന് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഞങ്ങൾ പോവാണ്. യാത്ര കാറിലായതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തന്നെയാണ് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ കുറച്ച് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ലിറിക്സോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയാത്ത ആ രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പോൾ ആ പാട്ടൊക്കെ കേട്ടിട്ട് എൻ്റെ മോൻ ഇവിടെ നിന്നുകൊണ്ട് പാടുകയാണ്. അപ്പോഴാണ് ഞാൻ പോലും ശ്രദ്ധിക്കുന്നത് ഇവൻ ഈ വരികളൊക്കെ അറിയാമല്ലോ എന്ന്. നമുക്ക് പോലും അറിഞ്ഞുകൂടാത്ത വരികളൊക്കെ അവനറിയാം. അപ്പോൾ ടി വി കാണുന്നതിൻ്റെ ഇൻഫ്ലുവൻസ് ഇതൊക്കെയാണ്. ഞാൻ കുറേ നേരം അവൻ്റെ അടുത്ത് പറഞ്ഞു നീ പാടി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നേരം എനിക്ക് കുറേ പാട്ട് മാറി വരുന്ന പാട്ടുകളുടെയൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവ എനിക്ക് പാടിത്തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പറയുകയാണ് എനിക്ക് വിശക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും രാവിലെ ഒന്നും കഴിക്കാതെ ഒരു പാല് പോലും കുടിച്ചിട്ടില്ല. രാവിലെ നേരെ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോയി പാല് വാങ്ങിച്ചു കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്തായാലും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ആഹാരം ദോശയും സാമ്പാറും ഒരു ഓംപ്ലേറ്റും അത് അവന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാനും ഉമ്മായും വാപ്പായും എല്ലാവരും ചായ കുടിച്ചു. ഞാൻ ബൂസ്റ്റാണ് കുടിച്ചത്, അവർ രണ്ടുപേരും ചായ കുടിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു ചക്ക കണ്ടത്. ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. വരിക്കച്ചക്കയും കൂഴയാണെന്നാണ് തോന്നുന്നത്. അപ്പം അതും കണ്ട് കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. വീണ്ടും പാട്ടുകൾ ഇടുന്നുണ്ട്. അതെല്ലാം ഇവൻ ഇങ്ങനെ പാടി പോവുകയാണ്. ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് പഴയ കുറച്ച് പാട്ടുകളൊക്കെ വന്നു. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ബാസീഗർ എന്ന് പറയുന്ന പാട്ടൊക്കെ വന്നപ്പോഴേക്കും ഇവനിക്ക് അറിയത്തില്ല, ഇവൻ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത പാട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ വന്നപ്പോഴേക്കും കുറച്ചൊരു മുഖത്തിനൊരു വാട്ടം വന്നെങ്കിലും ഞാൻ പറഞ്ഞു കൊള്ളാം നല്ല പാട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതും കേട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും അവസാനം തക്കല എത്തിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എത്തിയതുപോലെയാണ് തോന്നിയത്. അങ്ങനെ തക്കലയിലെത്തി അവിടെ ഞങ്ങൾ നേരെ കാണിക്കയെല്ലാം ഇട്ടു, യാസീനെല്ലാം ഓതി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഒരുപാട് നേരമൊന്നും നിന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോയായിരുന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ തിരിച്ച്
അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കയറിയത്. കാരണം വിശന്നിട്ട് വയ്യായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെ ചായ പോലും കുടിക്കാതെ ഞങ്ങൾ ഇറങ്ങി. അതുകൊണ്ടാണ് ഒരു കടയിൽ നിന്ന് ബൂസ്റ്റ് വാങ്ങിച്ചത്. പക്ഷേ ആ ബൂസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, കട്ട മധുരമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാനൊരു ഗീ റോസ്റ്റാണ് പറഞ്ഞത്, പിന്നെ ഉഴുന്നോടെ ഉണ്ടായിരുന്നു. ഉമ്മ ഒരു പൊങ്കലാണ് പറഞ്ഞത്. അതെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും കുറേ പാട്ടൊക്കെ ഇട്ടു. ആ പാട്ടുകളും ഒക്കെ ഇവൻ പാടിത്തരുന്നുണ്ട്. കുറേ ഇതിൻ്റെയൊക്കെ ലിറിക്സൊക്കെ ഇവൻ അറിയാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പാടിപ്പാടി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഞങ്ങളിനി നേരെ പോകുന്നത് ആറ്റിങ്ങര പള്ളി തന്നെയാണ്. വേറൊരിടത്തും ഞങ്ങൾ ഇറങ്ങുന്നില്ല, നേരെ സ്ട്രെയിറ്റ് ആറ്റിങ്ങര പള്ളി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ സമയത്തുള്ള യാത്രയ്ക്ക് ശേഷം നേരെ ആറ്റിങ്ങര പള്ളി എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വേറെ ലെവലാണ്. അത് എത്ര പറഞ്ഞാലും മനസ്സിലാവണമെന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മനസ്സിന് സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അവിടെ പോയി. അവിടെ അറിയാമെന്നുള്ളൊരു കടയിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പട്ടും പൂവും തിരിയും എണ്ണയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവിടെ കളിപ്പാട്ടത്തിൻ്റെ കട കണ്ടപ്പോഴേക്കും എൻ്റെ മോൻ്റെ വിളി അതിലോട്ടായിട്ടുണ്ട്. കളിപ്പാട്ടം വാങ്ങിച്ച് തരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ പറയുകയാണ്. അപ്പം ഞാൻ ഒരു കാര്യം ചെയ്ത് നമുക്ക് അകത്തൊക്കെ കയറിയിട്ട് വന്നിട്ട് നമുക്കതെല്ലാം വാങ്ങാമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തിയിട്ട് നേരെ ഞങ്ങൾ പള്ളിയിൽ കയറി. യാസീനെല്ലാം ഓതി കാണിക്കെല്ലാം ഇട്ടു. എല്ലാം ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയി നിന്നത് ചോറ് വാങ്ങാനുള്ള ക്യൂവിലാണ്. അവിടുത്തെ നേർച്ച ചോറാണ്. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഒരു മണിക്കൂറത്തോളം ഞങ്ങൾ ക്യൂവിൽ നിന്നിട്ടുണ്ട്. അവസാനം കിട്ടി. അങ്ങനെ ഞങ്ങൾ ആ ചോറൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് ചോറ്, പറയാൻ പറ്റുന്നതിനേക്കാളും കൂടുതലാണ്. അങ്ങനെ തന്നെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം നേരെ കുറച്ച് അവിടേക്കൊന്ന് റൗണ്ട് അടിച്ചു. കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ, അങ്ങനെ പോയി ഒരു റിമോട്ട് കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഒരു റിമോട്ട് കാറും ഒരു ജീപ്പും എല്ലാം അവസാനം വാങ്ങിച്ചു കൊടുത്തു. അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നും കൂടെ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ തോട്ടാപ്പള്ളിയിലേക്ക് പോയി. അടുത്ത് തന്നെയാണ് തോട്ടാപ്പള്ളി. അങ്ങനെ തോട്ടാപ്പള്ളിയിലേക്ക് പോയി അവിടെയും കയറി യാസീനെല്ലാം ഓതി അവിടെയും കാണിക്കെല്ലാം ഇട്ടതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര വീണ്ടും തിരിച്ചു. അത്രയ്ക്കൊന്നും ഒരുപാട് സമയമാവാത്തതുകൊണ്ട് തന്നെ നമുക്ക് കരുതി എന്തായാലും കന്യാകുമാരിയിലും കൂടെ ഒന്ന് പോകാം എന്ന് കരുതി അവസാനം ഞങ്ങൾ നേരെ കന്യാകുമാരിയിലേക്ക് പോകാനായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കാഴ്ച കണ്ടത്. ഞാൻ പോകുന്ന സമയത്ത് മോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ നോക്കിക്കോണം, ഇതിൻ്റെ എല്ലാം ഇടയിലായിട്ട് ചിലപ്പോൾ മയിലൊക്കെ കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഷിസാനെ നോക്കുക എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും വണ്ടി അങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണത്തിനെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പിന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അവന് ഭയങ്കരമായിട്ടൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കുറേ നേരം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊക്കെ പോവാം, അതിൻ്റെ ഇതൊക്കെ ചിറക് ഇതാക്കുന്നതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്ത് പോയാൽ അത് ഓടിക്കളയും, നമുക്ക് കാണാനൊന്നും പറ്റൂല, ഇവിടെ ഇരുന്ന് നോക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവസാനം അവനെ അങ്ങനെയും ഞാൻ കാണിച്ചു കൊടുത്തു. നല്ലൊരു കാഴ്ചയാണ്, എത്ര കണ്ടാലും മടുക്കത്തില്ലല്ലോ. മയിലിനെയൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ കുറച്ച് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 5-6 തന്നെ ഇന്നൊരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു യാത്രയുടെ ഇടയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കന്യാകുമാരിയിൽ വന്നു. പെട്ടെന്ന് തന്നെ കന്യാകുമാരി എത്തിയതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ആസ്വദിച്ച് നടന്നിട്ട് നേരെ കടലിലേക്ക് പോകാൻ തന്നെയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ സോഡ നാരങ്ങ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഒരു കടയിൽ പോയി. പതിവാണ് എപ്പോഴും ഇവിടെ വന്ന ആ ഒരു കടയിൽ പോയി സോഡ നാരങ്ങ ഞാൻ കുടിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയി സോഡ നാരങ്ങ കുടിക്കാമെന്ന് കരുതി അങ്ങനെ ഞാനും ഉമ്മയും കൂടെ അവിടെ പോയി സോഡ നാരങ്ങ കുടിച്ചു. അവിടെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരിമ്പിൻ്റെ ജ്യൂസ് അടിക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കരിമ്പിൻ ജ്യൂസ് വളരെ ഇഷ്ടമല്ല, അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല. സോഡ നാരങ്ങ കുടിച്ച് ഭയങ്കര ചില്ലുന്നുണ്ടായിരുന്നു. അതും കുടിച്ചിട്ട് നേരെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. മോനെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ കുറേ നേരം അങ്ങനെ വെള്ളത്തിൽ കളിച്ചു. ഞങ്ങളും കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരപ്പര നടന്നു. കാലിൽ വെള്ളമൊക്കെ കൊള്ളായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ചൂട് സമയമൊക്കെ അല്ലേ, വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന അവസരം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞു. നേരെ കയറി മോനെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് നേരെ അവന് മാങ്ങ വേണമെന്ന് പറഞ്ഞു. പിന്നെ മാങ്ങ വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ പോയി നേരെ മസാല പാനിപ്പൂരി അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു പാനിപ്പൂരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഞങ്ങൾ വീണ്ടും അവിടെയൊക്കെ തന്നെ കുറച്ച് നടന്നു. പിന്നെ മോനൊരു വാച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉമ്മായി ഒരു വാച്ചൊക്കെ വാങ്ങി. അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി നടന്നു കുറച്ച് നേരം. എന്നിട്ട് നേരെ ഞങ്ങൾ വണ്ടിയിലേക്ക് പോവാണ് കയറി. വണ്ടി പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു മരിച്ചീനിയുടെ ഒരു സാധനം, അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് നേരം കഴിച്ചുകൊണ്ടിരുന്നു. ഇത് ഭയങ്കര ഹാർഡാണ്, കഴിച്ചപ്പോൾ കുറേയൊക്കെ പല്ല് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അത് അടച്ചു വെച്ചു. എന്നിട്ടിങ്ങനെ പോകുമ്പോൾ നോക്കുകയാണ്, നല്ല ഒരുപാട് ലൈറ്റുകൾ എല്ലായിടത്തും ഇട്ടിരിക്കുകയാണ്. എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും എന്തൊക്കെയോ ഉത്സവമൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും ചുണ്ടൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ ദേവിയുടെ ഫോട്ടോയിലൊക്കെ, ദേവിയുടെ ആ ഒരു വിഗ്രഹം പോലെയൊക്കെ ഉള്ളതിലൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു. ഒരുപാട് ലൈറ്റ്, ഇങ്ങനെ ത്രൂ ഔട്ട് ലൈറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേ നേരം അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് മോൻ ഉറങ്ങി, നല്ല സുഖമായിട്ട് മോൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറേ യാത്രയാണല്ലോ, പിന്നെ അങ്ങോട്ട് ഒരിടത്തും ഇറങ്ങാനോ ഒന്നുമില്ല. അങ്ങനെ നോക്കി വരുമ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും പിന്നെ മഴ തുടങ്ങി. കുറച്ച് നേരം പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു. അതിനുശേഷം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ആയപ്പോഴേക്കും 10:10 ആയപ്പോഴേക്കും ഞങ്ങൾ വീടെത്തിയിട്ടുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് തന്നെയാണ് ഞങ്ങൾ ഭക്ഷണവും വാങ്ങിയിട്ട് വന്നു. കാരണം വീട്ടിൽ വന്ന് ഇനി ഉണ്ടാക്കാനും നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഭക്ഷണം രാത്രി ഫ്രഷ് ആയതിനു ശേഷം അതും കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ